ഷൈക്കുട്ടിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് സൂഖ് അൽ വാലിയിലാണ്. ഇത് റിയാദിലുള്ള ഒരു എക്സിബിഷനാണ്. എനിക്ക് കയറിയപാടെ എക്സിബിഷനും പോലെ തോന്നിയത്. അങ്ങനെ കണ്ടില്ല, ഇവിടെ സൗദീൻ്റെ കോസ്റ്റ്യൂംസിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കോസ്റ്റ്യൂം എല്ലാവരും നിൽക്കുകയല്ല, വേറെ കോസ്റ്റ്യൂമിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരുടെ അടുത്ത് സലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ലേറ്റ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ അടുത്ത ആൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തും സലാം പറഞ്ഞു. പിന്നെ ഗേൾസിൻ്റെ സെക്ഷൻ പോലെയാണ്, പിന്നെ അവിടെ ഗേൾസുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തും സലാം പറഞ്ഞപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ നല്ല സന്തോഷത്തിൽ നടന്നു പോകണം. നല്ല രസത്തിലായിരുന്നു അവർ തരുന്നുണ്ടായിരുന്നത്. പിന്നെ അവർ ഇവിടെ വഴിയൊക്കെ കാണിച്ചു കൊടുക്കും, വഴി അറിയാത്തവർക്ക് വഴിയൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ അവരുടെ അടുത്ത് പോയിട്ട് സലാം പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തിലാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കയറി നടന്നവിടെ കണ്ടില്ലേ, വേറെ കോസ്റ്റ്യൂമിലായാലും നിൽക്കുന്നത് വൈറ്റ് കളർ ഡ്രസ്സിലാണ് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് സലാം പറഞ്ഞപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടില്ല, ഒരുപാട് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു ഐറ്റമാണ്, ഇതിൽ നമ്മൾ ഡാൻസ് കയറി കളിക്കുന്നതായിരുന്നു. കണ്ടില്ലേ ഇവിടെ ഞാൻ ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്ലാറ്റുകൾ പോലെ അവർ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഒരു വട്ടം ചെയ്തതായിരുന്നു ഈ വീഡിയോ. ഇങ്ങനെ നമ്മുടെ വീഡിയോ എടുക്കും, വേറെ ആരെയും വീഡിയോ എടുക്കില്ല. നമ്മൾ പാട്ട് വെക്കാൻ പറയുമ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് നമ്മൾ മാത്രം റോൾ ചെയ്ത് നമ്മുടെ വീഡിയോ എടുക്കും. ഇതൊരു മുല്ലപ്പൂവിൻ്റെ ഒരു ഷോപ്പ് പോലെയാണ്, നമ്മുടെ തലയിൽ റിങ് പോലെ വെക്കാൻ, ഹെയർ ബോ പോലെ വെക്കാനായിട്ടായിരുന്നു. പക്ഷെ ഞാൻ മേടിച്ചില്ല, അതെന്തോ എനിക്ക് തോന്നി ഫ്രഷ് അല്ലാന്ന് പോലെ തോന്നി. പിന്നെ അവിടെ ഒരു കണ്ടില്ല ഫ്ലാറ്റൊക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഇവിടെ കയറിയപ്പോഴാണ് എനിക്ക് എക്സിബിഷൻ പോലെ തോന്നിയത്, കാരണം അത്രയും കാണുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഗോൾഡൻ ഐറ്റംസ്, റിങ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ തിന്നാനുള്ള ഐറ്റംസ് അവിടെ ഒരുപാടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് നാടൻ സൗദികളുടെ ഐറ്റംസാണ്, സൗദികൾ തിന്നുന്ന ഐറ്റമാണ് ഇതൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവരുടെ അടുത്ത് പറഞ്ഞു നാടൻ മിച്ചർ ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നാടൻ മിച്ചർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇതൊരു പുഡിങ്ങാണ്, പുഡിങ് പോലെ കഴിച്ച് നോക്കിയപ്പോൾ ഒരു ജെല്ലി പോലെ ആയിരുന്നു അത്. അങ്ങനെ ഞാൻ അതും കഴിച്ച് നോക്കി. പിന്നെ അവിടെ കണ്ടില്ലേ, ഒരു ബൊമ്മൻ്റെ കോസ്റ്റ്യൂമിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടില്ലേ. ഞാനൊരു മുല്ലപ്പൂവിൻ്റെ ഒരു ഹെയർ ബോ പറഞ്ഞില്ലേ, ആ ഹെയർ ബോ ആണ് ഈ ഒരു ബൊമ്മൻ്റെ തലയിലിരിക്കുന്നത്. അങ്ങനെ ഗൈസ് ഞാനും പോയി ഒരുപാട് കുട്ടികൾ ഷെയ്ക്കൻ്റെയൊക്കെ കൊടുത്തു. സ്പീക്കർ വെച്ച് അവർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതൊരു നമ്മുടെ സൗദികളുടെ കുബൂസായിരുന്നു. അങ്ങനെ പിന്നെ തമ്മർ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ തന്നെ ആയിട്ടുള്ള ഡ്രസ്സുകൾ, പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത്തർ ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ചോദിച്ച ഏത് അത്തറാണ്, അപ്പോൾ അവർ ആ അത്തർ നമുക്ക് ഉണ്ടാക്കി തരാനുള്ള മെഷീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കണ്ടില്ല ഗൈസ്, ഞാൻ ഒട്ടകത്തിനെ കൊണ്ടുപോകണം. ഞാൻ ഒട്ടകത്തിൻ്റെ മേലെ കയറി ഇരുന്നിട്ടില്ല, ഒട്ടകത്തിനെ കൊണ്ടുപോകണം. ഇതൊരു പ്രേതമാണ് നിൽക്കുന്നത് മേലെ ഇങ്ങനെ പിടിച്ച്. അതേപോലെ ഞാൻ നിന്നിട്ടുണ്ട്. ഒരു സ്പീക്കറായിട്ടുള്ള ഐറ്റം ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കണ്ടില്ല, സ്റ്റേജ് പോലെ പർപ്പിൾ കളറായിട്ട് അവർ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നടന്നു പോവുമായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നടന്നു പോയിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു തിന്നാൻ പറ്റണത്. അങ്ങനെ കണ്ടില്ലേ, ഒരുപാട് ഷോപ്പ് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, എന്ത് ഷോപ്പായിരുന്നു, അടിപൊളി ഷോപ്പായിരുന്നു. അവർ ആ ഷോപ്പിൽ തന്നെ ഇവിടെ കണ്ടില്ലേ ബലൂൺസൊക്കെ, ഷോപ്പിൽ തന്നെ അവർ ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ബലൂണൊക്കെ ഞാൻ നോക്കി. പിന്നെ ഇവിടെ ഒരു സ്വീറ്റ് പഠിക്കാനായിട്ട് ഞാൻ നിൽക്കുകയാണ് ഗൈസ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റൗണ്ട് കളറായ സ്വീറ്റാണ് ഞാൻ കാർഡായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്വീറ്റ് ഉള്ളതായിരുന്നു, ഞാൻ സ്വീറ്റ് വാങ്ങിച്ചു. ഒരു റൗണ്ട് കളറായ സ്വീറ്റാണ്, എനിക്ക് എൻ്റെ പേരറിയത്തില്ല, അപ്പോൾ ഞാൻ സ്വീറ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിൽ കണ്ടില്ലേ ഒരുപാട് ചോക്ലേറ്റ്സ്, നമ്മളെ എന്തെങ്കിലും ചോക്ലേറ്റ് അലിഞ്ഞിട്ട് അതിൽ അവർ ഒഴിച്ച് തരികയാണ്, അടിപൊളി ഐറ്റം ആയിരിക്കും. അതായത് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ, വേഗം കിട്ടിയാൽ മതി പറഞ്ഞിട്ട്. അവർ പാക്കേജൊക്കെ അടിപൊളിയാണ്, അവർ പാക്കേജൊക്കെ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അവർ. അപ്പോൾ നമ്മളങ്ങനെ ഞാൻ കുറേ നേരം നോക്കി വന്നപ്പോൾ എനിക്ക് സംഭവം കിട്ടി. ഞാൻ പെട്ടെന്ന് സന്തോഷത്തിൽ തുറന്ന് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ മധുരം, അത് കാരണമല്ലേ പറഞ്ഞു ഞാൻ. പിന്നെ അവിടെ കണ്ടില്ലേ പായിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ വീശറി ഉണ്ടായിരുന്നു, ബാഗ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റുള്ള സ്ഥലത്തും ഞാൻ പോയി കുറച്ച് നേരം ഷോ ഒക്കെ കാണിച്ചു, കുറച്ച് നേരം ഡാൻസൊക്കെ ഞാൻ കളിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെ കണ്ടില്ല, അടിയിൽ വിരിച്ച് കിടക്കണത് കണ്ടില്ലേ, അതാണ് പായ്. ആ പായിൻ്റെ അടുത്ത് പോയി ഞാൻ കുറച്ച് നേരം നിന്നു. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇതാണൊരു പ്രേതം. ഞാൻ പറഞ്ഞൊരു സീക്രട്ട് ഉണ്ടെന്ന്, അതാണ് സീക്രട്ട്, ഗോസ്റ്റ് ഹൗസ്. പക്ഷേ എനിക്ക് അതിൽ കയറാൻ പറ്റില്ല, കുട്ടികൾക്ക് കയറാൻ പറ്റില്ല, വലിയ ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതായത് ഞങ്ങൾ കയറാൻ നിന്നില്ല ഗോസ്റ്റ് ഹൗസൊക്കെ. ഇവിടെ കണ്ടില്ലേ, ഇതിലൊക്കെ കയറാൻ ടിക്കറ്റൊക്കെ നല്ല വേണം. ഗോസ്റ്റ് ഹൗസിൽ എന്ത് തിരക്കായിരുന്നു കയറാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, പ്രേതം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിലും ടിക്കറ്റ് ഉണ്ട്. ഇത് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പ്ലോർ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള തന്നെയായിരുന്നു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, കാരണം ഇതൊരു പാർക്കാണ്.
പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാർക്ക്. അപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതെന്താ ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയണം കേട്ടോ ഗൈസ്. ഇതിൽ ഞാനിങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനെന്താ ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഉരുസിയിട്ടല്ല ഇതിൽ വരേണ്ടത്, നമ്മൾ നിന്നിട്ടാണ് ഇതിൽ വരേണ്ടത്. കണ്ടില്ലേ, ഇതാണ് ഐറ്റം. കണ്ടില്ല, ഒരു കുട്ടി നിന്ന് വന്നില്ലേ, അതേപോലെ ഞാനും ഇനി വരണം. ഞാൻ പേടിച്ച് വരച്ചിട്ടൊക്കെ ഇരുന്ന് ഞാൻ വരുന്നുണ്ടായിരുന്നു. എനിക്കിന്ന് പേടിയായിരുന്നു ഇതിലൊക്കെ കയറാൻ. കണ്ടില്ല ഗൈസ്, ഞാൻ പേടിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു, ഒരു കുട്ടീനെ കയറി ഞാൻ ഇടിച്ചു. ഇവിടെ സൗദീൻ്റെ കോസ്റ്റ്യൂംസിൽ എല്ലാവരും ചെണ്ടൊക്കെ കൊട്ടി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ